അനിൽ വിളയിൽ, ശ്രീ അനിൽ വിളയിൽ ചേരുന്നുണ്ട്. VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ. ശ്രീ, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിലാണ്. ഇപ്പോൾ 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ SIT ശ്രമിച്ചിരുന്നില്ല. ആ ഒരു അലംഭാവത്തിന്റെ പേരിൽ, ആ ഗുരുതരമായ വീഴ്ചയുടെ പേരിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ശ്രീ അനിൽ വിളയിൽ പറയും. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. കാരണം ഇത് 60 ദിവസം അല്ലെ 90 ദിവസമാകുമ്പോൾ കുറ്റപത്രം കൊടുത്തില്ല എങ്കിൽ ഇത്തരത്തിൽ ജാമ്യം കിട്ടുക എന്നുള്ളത് ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ്. അത് SITയുടെ ഭാഗത്തെ ഗുരുതരമായ ഒരു വീഴ്ച കൊണ്ട് സംഭവിച്ചതാണ്. ഇനിയും മാലപ്പടക്കം പോലെ ബാക്കിയുള്ള എല്ലാവർക്കും ഒന്നിനു പുറകെ ഒന്നായി ജാമ്യം ലഭിക്കുകയും അവർ പുറത്തിറങ്ങിയതിനു ശേഷം കൃത്യമായ രീതിയിൽ തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്യുമെന്നുള്ള വസ്തുത SITക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ വീഴ്ച പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെയുള്ള തന്ത്രങ്ങൾ അവരിനിയും മെനയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു അപകടകരമായ ദുഃഖകരമായ സാഹചര്യമാണ്. ഇവര് പുറത്തിറങ്ങുന്നതിനെതിരെ ശക്തമായ രീതിയിൽ ഈ അപ്പീൽ അനുവദിച്ചതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകണം. SIT ഇവർക്ക് ജാമ്യം കൊടുത്ത നടപടിക്കെതിരെ ആ മേൽക്കോടതിയെ സമീപിച്ചുകൊണ്ട് കൃത്യമായ ഒരു ഉത്തരവ് വാങ്ങിയില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും. യെസ്, നന്ദി ശ്രീ അനിൽ വിളയിൽ പ്രതികരിച്ചതിന്.